ആനന്ദ് കൊച്ചുകുടിയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, കേരളം ഒരു വലിയ പ്രബുദ്ധമായ സംസ്ഥാനമാണ്, നമ്മൾ എല്ലാ കാലത്തും അവകാശപ്പെടുന്നതാണ്. അവിടെ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനും അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയ സംവാദമാണ്. ആശയങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കണം നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത്. പലയിടങ്ങളിലും അത് വളരെ ഗൗരവമായി നടക്കുന്നുണ്ട് എന്ന കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കണ്ണൂരിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വടകര മണ്ഡലത്തിൽ ആ സംവാദമാണോ സത്യത്തിൽ ഈ ബോംബ് സ്ഫോടനം ആ സംവാദത്തിൻ്റെ സൂചനകളാണോ നമുക്ക് നൽകുന്നത്? മനു, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം അവിടെ വടകരയിൽ ഈ ഷാഫിയൊക്കെ അവിടെ വന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കുറച്ച് ദിവസം മുൻപ് അവിടെ അതിൻ്റെ പശ്ചാത്തലത്തിലൊന്ന് വന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ പാനൂർ മേഖല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ CPM-ൻ്റെ ഉന്നതനായ ഏരിയ കമ്മിറ്റി അംഗം അദ്ദേഹം മരിച്ചപ്പോൾ കെ ശൈലജ അടക്കം അവിടെ പോയി, കുഞ്ഞനന്തൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, കെ ശൈലജ അടക്കം അവിടെ പോയി അഭിവാദ്യം അർപ്പിക്കുന്നതും കോവിഡ് സമയത്താണ്. അന്ന് CPM-ൻ്റെ ഉന്നത നേതാക്കളെല്ലാം അവിടെ വരിവരിയായി വന്ന് നിൽക്കുന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് ഈ വടകരയിൽ വന്നപ്പോൾ ഒരു റിട്ടയർഡായിട്ടുള്ള പോലീസ് ഓഫീസർ പറഞ്ഞത്, ഈ കുഞ്ഞനന്തൻ ഏതെങ്കിലും ഇതുപോലെ ഒരു ബോംബ് സ്ഫോടനമോ അക്രമമോ ഒക്കെ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ ഒക്കെ നടക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും. എന്നിട്ട് ഈ അക്രമം നടക്കുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ആലിബൈ, അങ്ങനെ ഒരു തെളിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പോലീസുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ കൊലപാതകം നടക്കുന്നത്. അങ്ങനെ പല കൊലപാതകങ്ങളുടെയും ചരിത്രം ഞാൻ കേൾക്കുകയുണ്ടായി. പിന്നെ ഈ പാനൂർ മേഖലയിലൊക്കെ ഈ പാനൂർ മേഖല എന്ന് പറയുന്നത് ഇത് വളരെ കാലം തൊട്ട് പ്രശ്നമുള്ള ഒരു മേഖലയാണ്. ഈ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിന് ശേഷം 51 വെട്ടി കൊന്നതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചിട്ട് പിറ്റേ ദിവസം ഹർത്താലായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം എന്താണ് പറഞ്ഞത്? ഇന്നോവ കണ്ടെടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് തീവ്രവാദ ശൈലിയിലുള്ള എന്തോ സംഭവമാണ്. പിന്നെ ഇന്നോവ കണ്ടെത്തുമ്പോൾ ഭാഷയുള്ള സ്റ്റിക്കറുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും അത് ഒരു മുസ്ലിങ്ങളുടെ പേരിൽ, അത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളുടെ പേരിൽ കെട്ടിവെക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായത് നമുക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ CPM എന്ന പാർട്ടിയെക്കുറിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ പേര്, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് അദ്ദേഹം പണ്ട് അതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഇപ്പോൾ ശ്രീ കുഞ്ഞിക്കണ്ണനൊന്നും അദ്ദേഹം ആ കാലത്ത്, ഈ മുഖ്യമന്ത്രി അത് പറഞ്ഞ കാലത്ത് അദ്ദേഹം CPI ML ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം അദ്ദേഹമൊക്കെ ഈ പാർട്ടിയിൽ വന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൻ്റെ കാലത്തൊക്കെ അദ്ദേഹം ഈ പാർട്ടിയിലുണ്ട്. അദ്ദേഹം വടകര മേഖലയിൽ പ്രവർത്തിക്കുന്ന പഴയ സോഷ്യലിസ്റ്റ്, പിന്നെ ML, ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കളൊക്കെ ഇങ്ങനെയുള്ള ഈ പാർട്ടിയിൽ തുടരണമോ, അതെയോ ഈ സംവാദം എന്ന് പറയുന്നത് ശരിക്കും സംവാദം തന്നെയാണോ വടകര മേഖലയിലൊക്കെ നടക്കുന്നത് എന്ന് പുനർവിചിന്തനം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്തിനാണ് CPM അണികൾ, അത് ആര് പറഞ്ഞിട്ടാണ്, ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടാണോ, എന്തിനായിരിക്കാം ഇങ്ങനെ ബോംബ് നിർമ്മാണം നടത്തുന്നത്? അതെയോ ഈ CPM-ന്റെ കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടി? അതായത് ഈ ഒരു കാലഘട്ടത്തിന് ശേഷം CPM പലപ്പോഴും ഇതുപോലെയുള്ള കൊട്ടേഷൻ സംഘം, അല്ലാതെ അതിനു മുൻപ് പാർട്ടി അണികൾ തന്നെ കൊലപാതകങ്ങൾ നടത്തുമായിരുന്നു. അതിനുശേഷം കൊട്ടേഷൻ സംഘങ്ങളായി ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ, അങ്ങനെയുള്ളവരെ ഇപ്പോഴും CPM തീറ്റിപ്പോറ്റുന്നുണ്ടോ? ഈ അടുത്ത കാലം വരെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ അതിനുശേഷമാണ് RSS-ഉമായിട്ട് ചർച്ച നടത്തി, മസ്കോട്ട് ഹോട്ടലിൽ ചർച്ച നടത്തി, M-ന്റെ മധ്യസ്ഥതയിൽ ചർച്ചകളൊക്കെ നടത്തിയിട്ട് കാര്യങ്ങളെല്ലാം സെറ്റിലായത്. അപ്പോൾ പിന്നെ ഈ ബോംബ് നിർമ്മാണം എന്തിനാണ്? മുൻപ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റ് വളയൽ നടക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഈ മാരകായുധങ്ങൾ കണ്ടെടുത്തതിനെ കുറിച്ച് കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ഇത് പലതവണ സംഭവിച്ചിട്ടുള്ളതാണ്. എന്തിനാണ് CPM എന്ന പാർട്ടി ഇതുപോലെ അവരുടെ അണികൾക്ക് ഇപ്പോഴും ഈ ബോംബ് നിർമ്മാണ പരിശീലനം? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ,